ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. അപ്പോൾ നമ്മുടെ 25 ഡേയ്സ് സ്പ്രിന്റ് വിത്ത് ക്ലിക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഡേ 3 ആണ്. സോ 12 o'clock കൂടി നമ്മുടെ ഡേ 3 അവസാനിക്കും. ഇനി ഡേ 4ലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഡേ 4നകത്ത് നമ്മൾ ആകെ ഒരേ ഒരു സബ്ജക്റ്റ് കവർ ചെയ്യുന്നുള്ളൂ, വിച്ച് ഈസ് കെമിസ്ട്രി ഫ്രം എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ്. ആ മൊഡ്യൂള്, അതായത് ഫസ്റ്റ് മൊഡ്യൂൾ ആണ് അത് അങ്ങ് കംപ്ലീറ്റ് ചെയ്തേക്കാം നമുക്ക്. അതിനകത്ത് നമുക്കിനി പെൻഡിങ് വരുന്നത് എന്ന് പറഞ്ഞാല് ശരിക്കും പോളിമേഴ്സ് മാത്രമാണ്. നേരത്തെ നമ്മൾ നാനോ മെറ്റീരിയൽസും ഗ്ലാസും സിമന്റും കവർ ചെയ്യാനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കുട്ടികൾ അതിന്റെ വീഡിയോസ് കണ്ട് പിന്നെ നോട്ട്സ് വായിച്ച് അതിന്റെ MCQs ആൻസർ ചെയ്ത് നോക്കി ദെൻ ക്യാപ്സ്യൂളിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് റിമെമ്പർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് അങ്ങോട്ടേക്ക് കുത്തി കയറ്റിയിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പം ഈ 3 ദിവസത്തോടു കൂടെ ശരിക്കും പറഞ്ഞാൽ കഴിയുന്നത് നമ്മുടെ മാത്സ് ഫസ്റ്റ് മൊഡ്യൂള്, വിച്ച് ഈസ് ഓഫ് 12 മാർക്സ്. അതിനകത്ത് എനിക്കൊരു കണ്ടന്റും കൂടെ നിങ്ങൾക്ക് തരാനുണ്ട്. അത് അൺഫോർച്ചുനേറ്റ്ലി ഐ കുഡിന്റ് ഡു റെക്കോർഡ് ടുഡേ, സോ ഐ വിൽ ബി ഷെയറിങ് ഇറ്റ് ബൈ ടുമോറോ. ഓക്കെ, അത് നിങ്ങളൊന്ന് നാളെ എന്താ പറയാ, നിങ്ങൾക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് എന്തെങ്കിലും ഒരു ദിവസം അത് ഞാൻ നിങ്ങളുടെ ഷെഡ്യൂളിനകത്ത് ആഡ് ചെയ്ത് തരാം. നിങ്ങൾ ഇൻഡിവിജ്വലി നോക്കുകയാണെങ്കിൽ ഓക്കെ, ദാറ്റ്സ് ഓക്കെ, യു ക്യാൻ ഡു ദാറ്റ്. അല്ലെങ്കിൽ ഈ ഷെഡ്യൂളിനകത്ത് എവിടെയെങ്കിലും അതൊന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോ ആസ് പെർ ഷെഡ്യൂൾ ഇന്നത്തോടെ നമ്മുടെ മാത്തമാറ്റിക്സിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ, വിച്ച് ഇസ് ലീനിയർ ഓൾജിബ്ര, 12 മാർക്സ് ആണ് അതിന്ന് വരുന്നത് കേട്ടോ. അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഫിസിക്സിനകത്ത് വരുന്ന ഫസ്റ്റ് മൊഡ്യൂൾ, വിച്ച് ഇസ് അപ്ലൈഡ് ഒപ്റ്റിക്സ് ഓഫ് 10 മാർക്സ്, അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നാളത്തോടെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് മൊഡ്യൂള് കംപ്ലീറ്റ് ചെയ്യാനാണ്. കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിലെ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ടോപ്പിക് കവർ ചെയ്തായിരുന്നു, പിന്നെ ഗ്ലാസ് കവർ ചെയ്തായിരുന്നു, സിമന്റ്സും കവർ ചെയ്തായിരുന്നു. ഇനി നമുക്ക് പെൻഡിങ് ഉള്ളത് പോളിമേഴ്സ് ആണ്. കെമിസ്ട്രിയിലെ പോളിമേഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ABS ആൻഡ് കെവ്ലാർ പഠിക്കാനുണ്ട്, അതിന്റെ ഇൻഡസ്ട്രിയൽ മാനുഫാക്ചർ ആണ് പഠിക്കാനുള്ളത്. പിന്നെ വരുന്നത് സ്പെഷ്യാലിറ്റി പോളിമേഴ്സ് ആണ്. പിന്നെ ഒന്നും കൂടെ വരുന്നത് കണ്ടക്ടിങ് പോളിമേഴ്സ് ആണ്. അപ്പൊ ഈ 3 കാറ്റഗറി ആണ് പോളിമേഴ്സിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നാളെ. അതിന്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പോളിമേഴ്സിനകത്ത് വരുന്ന എല്ലാ ടോപ്പിക്സും നമ്മൾ 2 വീഡിയോസ് ആയിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. ഒരു 24 മിനിറ്റിന്റെ വീഡിയോയും അതുപോലെ തന്നെ ഒരു 12 മിനിറ്റിന്റെ വീഡിയോയും. അപ്പൊ ഒരു 34-35 അതായത് ഒരു ലെസ് ദാൻ 40 മിനിറ്റ്സ് എടുത്താൽ നിങ്ങൾക്ക് വീഡിയോസ് കണ്ടു തീരും. അത് കഴിഞ്ഞ് പോളിമേഴ്സിന്റെ നോട്ട്സ് വായിച്ചു നോക്കണം. ദെൻ എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് MCQs നോക്കാം. അതും കഴിഞ്ഞ് ക്യാപ്സ്യൂള് ആസ് യൂഷ്വൽ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു 4 hours ആണ് നമുക്ക് പെർ ഡേ വേണ്ടത്. അപ്പൊ നാളെ ഞാൻ കെമിസ്ട്രി മാത്രം മതി എന്ന് പറയുന്നത് മറ്റൊരു ഉദ്ദേശത്തോടു കൂടിയാണ്, വേറൊന്നുമല്ല. ഈ ലീനിയർ ഓൾജിബ്ര അതുപോലെ തന്നെ അപ്ലൈഡ് ഒപ്റ്റിക്സും സ്റ്റിൽ പെൻഡിങ് ഉള്ള ഏതെങ്കിലും ടോപ്പിക് ഉള്ള കുട്ടികൾക്ക് ഈ ഒരു മാരത്തണിനകത്ത്, ഈ ഒരു സ്പ്രിന്റിനകത്ത്, മാരത്തൺ അല്ല, ഇറ്റ്സ് എ സ്പ്രിന്റ് ആക്ച്വലി, 25 ഡേയ്സ് സ്പ്രിന്റ്, ഈ സ്പ്രിന്റിനകത്ത് പിന്നെ നമ്മളോടൊപ്പം എത്തിച്ചേരാൻ വേണ്ടിയിട്ട്, എത്തിച്ചേരാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ഒരുമിച്ച് അങ്ങ് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ നാളത്തെ ദിവസം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, കെമിസ്ട്രിയിലെ പോളിമേഴ്സ് കവർ ചെയ്യുക. ബാക്കി കിട്ടുന്ന സമയം നിങ്ങളുടെ മുന്നത്തെ 3 ദിവസങ്ങളിലെ ഇന്ന് ഉൾപ്പെടെയുള്ള ഈ 3 ഡേയ്സ് അതിനകത്ത് കവർ ചെയ്യാത്ത ഏതെങ്കിലും പോർഷൻസ് ഉണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യു കംപ്ലീറ്റ് ഇറ്റ് ബൈ ടുമോറോ. ഓക്കെ, പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ പിന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇൻ കേസ് എന്താ പറയാ, നിങ്ങൾ ഈ ഷെഡ്യൂളിനോടൊപ്പം തന്നെ പോകുന്ന കുട്ടികളാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അത് ഫോളോ ചെയ്യാം. നാളെ നിങ്ങൾ കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ടോപ്പിക്സ് നിങ്ങൾക്ക് പിന്നെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ഞാനിനി എന്തെങ്കിലും പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടോ കുട്ടികളെ? അപ്പോ
നമ്മുടെ നാളത്തോടെ നമുക്ക് 12 12 24 10 34 മാർക്കിനുള്ള കണ്ടന്റ്സ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. നിസ്സാരമായിട്ടുള്ള കാര്യമല്ല കേട്ടോ. അപ്പോ നിങ്ങൾ ഈ ഒരു ഷെഡ്യൂളിനോടൊപ്പം പോവാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ഐ ആം ടെല്ലിങ് യു സ്റ്റിൽ ഹാവ് ദ ചാൻസ്. നിങ്ങളിപ്പോ 3 ഡേയ്സേ വേസ്റ്റ് ആക്കിയിട്ടുള്ളൂ. അതിൽ നമ്മൾ കവർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സിൽ പോസിബിൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് നമ്മൾ ഇപ്പൊ ഈ 4ാമത്തെ ദിവസം ചെയ്യേണ്ട ഷെഡ്യൂൾ ഞാൻ 4ാമത്തെ ദിവസം കവർ ചെയ്യേണ്ട ടോപ്പിക് ഏതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ നേരെ ആ ടോപ്പിക് കവർ ചെയ്യുക. ആ ടോപ്പിക് കവർ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന സമയം നിങ്ങൾ എന്ത് ചെയ്യണം, 1 by 1 ആയിട്ട് നേരത്തെ 3 ദിവസങ്ങളിലെ ടോപ്പിക്സ് അങ്ങ് കുത്തിത്തിരികെ അതിനിടയിലേക്ക് കയറ്റിയാല് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ഒരു പോയിന്റിൽ എത്തുമ്പോൾ യു വിൽ ബി വിത്ത് us, those who are already running in the sprint, this 25 day sprint with the click. Okay. അപ്പോ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് ഹാവ് സെൽഫ് കോൺഫിഡൻസ്. എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്ന പോലെ തന്നെ ബിലീവ് ഇൻ യുവർ സെൽഫ്. അതിനെ റീപ്ലേസ് ചെയ്യാനുള്ള വേറെ വഴികളൊന്നുമില്ല. ഇതിനകത്ത് ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, മാജിക് ഒന്നുമില്ല. ഇറ്റ്സ് പ്യുവർ ഹാർഡ് വർക്ക് ആൻഡ് പ്യുവർ സ്മാർട്ട് വർക്ക്. ഓക്കെ. ഇനി എക്സാമിന് ടൈം ആവുമ്പോഴേക്ക് ഞാൻ കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞു തരാം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അത് അന്നേരം ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. അപ്പൊ ഞാൻ നാളേക്ക് കവർ ചെയ്യാനുള്ള വീഡിയോസിന്റെ ലിങ്ക്സ് ഞാൻ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനകത്ത്. നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വീഡിയോസ് കാണാം, ആ കണ്ടന്റ്സ് കവർ ചെയ്യുക. ദെൻ സമയം കിട്ടുവാണെങ്കിൽ പ്രീവിയസ് ഡേയ്സ് ഇൻക്ലൂഡിങ് ടുഡേയ്സ് കണ്ടന്റ്സ് എന്ത് ചെയ്യാം, കവർ ചെയ്യാം, റിവൈസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഒപ്പം എത്തിയിട്ടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലാഭമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ. അപ്പോ നാളത്തോടു കൂടെ നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഓരോ മൊഡ്യൂൾ വീതം കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ. ഞാൻ പറഞ്ഞോട്ടെ, കോൺഫിഡൻസോട് കൂടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് പഠിക്കാം. You have got this. I'm telling you. Okay. അപ്പോ നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം. Bye for now.